ഒരു വനത്തിലെ രണ്ട് കുഞ്ഞുകുരുവികളാണ് അമ്മുക്കുരുവിയും അപ്പുക്കുരുവിയും. ഒരു വലിയ മരത്തിന്റെ മുകളിലാണ് കുഞ്ഞുകുരുവികൾ കൂടുകൂട്ടിയിരുന്നത്. അമ്മുക്കുരുവി തന്റെ കൂട്ടിൽ 3 മുട്ടകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഇരുന്ന് ചൂട് കൊടുത്ത് കൊടുത്ത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ മുട്ടകൾ വിരിഞ്ഞ് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായി. അമ്മുക്കുരുവിക്കും അപ്പുക്കുരുവിക്കും ഒരുപാട് സന്തോഷമായി. ആ വനത്തിലുള്ള എല്ലാ മൃഗങ്ങളും കുഞ്ഞുങ്ങളെ കാണാൻ വന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുരുവികൾ പുറം കാഴ്ച കാണുവാനും പതിയെ നടക്കുവാനും എല്ലാം തുടങ്ങി. പക്ഷേ കൂട്ടിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു മാത്രം നടക്കാനും പറക്കാനും ഒന്നും കഴിയാതെ വിഷമിച്ചു. ഇത് കണ്ടപ്പോൾ അമ്മുക്കുരുവിക്ക് ഒരുപാട് സങ്കടം തോന്നി. അമ്മുക്കുരുവി ഒരുപാട് സ്നേഹത്തോടെ ആ കുഞ്ഞിനെ പരിചരിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങി. തന്റെ സഹോദരങ്ങൾ കളിക്കാനും ചിരിക്കാനും എല്ലാം നടക്കുമ്പോൾ ഈ കുരുവി മാത്രം കൂട്ടിലിരുന്ന് വിഷമിക്കും. ഇത് കാണുമ്പോൾ അപ്പുക്കുരുവിക്കും ഒരുപാട് വിഷമമുണ്ടായി. ഒരു ദിവസം കാട്ടിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. അപ്പുക്കുരുവിയും അമ്മുക്കുരുവിയും എല്ലാവരും പേടിച്ചു പോയി. മൃഗങ്ങളെല്ലാവരും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അമ്മുക്കുരുവി ആലോചിച്ചു, ഈ നടക്കാനും പറക്കാനും പാടില്ലാത്ത ഈ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്തും? ഒരുപാട് വിഷമത്തോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റു 2 കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എങ്ങോട്ടെങ്കിലും പോയി പറന്ന് രക്ഷപ്പെടണം, വേഗം പോയിക്കോളൂ. കുഞ്ഞുങ്ങൾ ഒരുപാട് വിഷമത്തോടെ അവിടെ നിന്ന് പറന്നു പോയി. തൻ്റെ പാടില്ലാത്ത കുഞ്ഞിനു വേണ്ടി അച്ഛനും അമ്മയും അവിടെ തന്നെ ഇരുന്നു. ഇത് കണ്ടപ്പോൾ ഈ കുഞ്ഞിന് ഒരുപാട് വിഷമമായി. ദൈവത്തോട് കരഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയാണല്ലോ അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തി ഇവിടെ ഇരിക്കുന്നത്. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് അങ്ങല്ലേ, അങ്ങയുടെ മക്കളല്ലേ ഞങ്ങൾ എല്ലാവരും. കുഞ്ഞുകിളി ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ അത്ഭുതകരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. മഴ നല്ല ശക്തമായി പെയ്തു. അങ്ങനെ കാട്ടിൽ പിടിച്ചിരുന്ന തീയെല്ലാം പതിയെ പതിയെ അണയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അമ്മുക്കിളിക്കും അപ്പുക്കിളിക്കും ഒരുപാട് സന്തോഷമായി. തൻ്റെ കുഞ്ഞിനും ഒരുപാട് സന്തോഷമായി. അവരെല്ലാവരും സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു, എല്ലാം ശാന്തമായി. അപ്പോൾ ഈ കുഞ്ഞിക്കിളിയുടെ സഹോദരങ്ങളും തിരിച്ചു വന്നു. കാട്ടിൽ നിന്ന് പോയ എല്ലാ മൃഗങ്ങളും തിരിച്ചു വന്നു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്കത് ചെയ്തു തരും. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. നന്ദി.